നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ പോലെ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങളും വർദ്ധിച്ചു വരികയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിഘടനവാദ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നുണ്ട്. ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുമെല്ലാം വൻ സായുധ പോരാട്ടമാണ് നടക്കുന്നത്. ബലൂചിസ്ഥാനിൽ നേരത്തെ തന്നെ സായുധ പോരാട്ടമുണ്ടായിരുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമിയെ പോലെയുള്ള സംഘടനകൾ പാക് ഭരണകൂടത്തിനെതിരെയും സൈന്യത്തിനെതിരെയും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ ആവശ്യം ബലൂചിസ്ഥാനെ ഒരു പ്രത്യേക രാജ്യമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അങ്ങനെയൊരു ആവശ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണവുമുണ്ട്. ആ കാരണം മറ്റൊന്നുമല്ല, ആ മേഖല അല്ലെങ്കിൽ ആ പ്രവിശ്യയെ പാകിസ്ഥാൻ ഭരണകൂടം ചരിത്രപരമായി തന്നെ അവഹേളിക്കുകയാണ് ചെയ്തത്. ആ പ്രവിശ്യയെ ചരിത്രപരമായി തന്നെ പാകിസ്ഥാൻ അവഗണിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അവിടെയാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ധാതു ലവണ നിക്ഷേപങ്ങളെല്ലാം ഉള്ളത്. എന്നാൽ ഈ ഖനികളും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഖനികളും അതോടൊപ്പം തന്നെ പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവുമെല്ലാം നടക്കുന്നത് ഈ ബലൂചിസ്ഥാൻ മേഖലയിലാണ്. ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന വിഭവങ്ങൾ ധാരാളമാണ്. അതേസമയം ഈ മേഖലയെ, ഈ പ്രവിശ്യയെ സാമ്പത്തികമായി തന്നെ പാക് ഭരണകൂടം അവഗണിക്കുകയാണ്. എപ്പോഴും പാക് ഭരണകൂടത്തിൽ പ്രാതിനിധ്യം ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് കിട്ടാറില്ല. പഞ്ചാബിൽ നിന്നുള്ള മാടമ്പികളാണ് എപ്പോഴും രാജ്യം ഭരിക്കുന്നത്. ഇതിനെതിരെയാണ് സായുധ പ്രക്ഷോഭം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബലൂചിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ ആക്രമണങ്ങളും മറ്റും വർഷങ്ങളായി ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തിപ്പെടുകയാണ്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തിയേറിയ ആക്രമണങ്ങളും മറ്റും നടത്തുന്നു. ഇപ്പോൾ ഇവർ നടത്തുന്ന ആക്രമണങ്ങൾ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തെയാണ്. പാകിസ്ഥാൻ സൈനിക വാഹനങ്ങളുടെ സഞ്ചാരം കൃത്യമായി മനസ്സിലാക്കി ഈ വാഹനങ്ങളെ ആക്രമിക്കുക എന്ന രീതിയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിന്തുടരുന്നത്. മാത്രമല്ല, ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചറുകളെയും BLA ആക്രമിക്കുന്നുണ്ട്. കാരണം ചൈനയും പാകിസ്ഥാനും ചേർന്നാണ് ബലൂചിസ്ഥാനിൽ നിന്നും വിഭവങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചൈനീസ് പദ്ധതികൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഇങ്ങനെ പാകിസ്ഥാന് വലിയ തലവേദനയായി ബലൂച്ച് ലിബറേഷൻ ആർമി മാറിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ ആർമിക്ക് കഴിഞ്ഞ 2 വർഷം കൊണ്ട് തന്നെ കനത്ത നാശനഷ്ടം വരുത്തിവെക്കാൻ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് സാധിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെയാണ് ഖൈബർ പഖ്തൂൺഖ്വയിലെ പ്രശ്നങ്ങൾ. അവിടെ ആക്രമണം നടത്തുന്നത്, സായുധ പോരാട്ടം നടത്തുന്നത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന TTP ആണ്, അല്ലെങ്കിൽ പാക് താലിബാനാണ്. ഇവരുടെയും ആവശ്യം ആ പ്രവിശ്യയെ ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ്. മാത്രമല്ല, ഇസ്ലാമാബാദ് അടക്കം പിടിച്ചെടുക്കും എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പാക് താലിബാൻ ഈ മേഖലകളിൽ ആക്രമണം നടത്തുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പിന്തുണ കൊടുക്കുന്നത് ഇന്ത്യയാണെന്നും പാക് താലിബാന് പിന്തുണ കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാനാണെന്നും നേരത്തെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടം ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ 2 രാജ്യങ്ങളും പാകിസ്ഥാൻ്റെ ഈ ആരോപണത്തെ നിഷേധിച്ചിട്ടുണ്ട്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞ 2-3 തവണയായി പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും അങ്ങനെയൊരു വ്യോമാക്രമണം നടന്നിരുന്നു. ആ ആക്രമണത്തിൽ അതിദാരുണമായിട്ടാണ് കുട്ടികൾ കൊല്ലപ്പെട്ടത്. 13 പേർ കൊല്ലപ്പെട്ടതിൽ 11 പേരും പിഞ്ചു കുട്ടികളായിരുന്നു. അവരുടെ ഫോട്ടോകളടക്കം കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമങ്ങളിൽ വന്നതാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നു. ഇങ്ങനെ ഈ രീതിയിലേക്ക് വിഘടനവാദ പ്രവർത്തനവും ആ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുമെല്ലാം നടന്നു പോകുന്നുണ്ട്. പാകിസ്ഥാന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് രാജ്യത്തിനകത്തെ ഇത്തരം പ്രശ്നങ്ങൾ. മാത്രമല്ല, പല അന്താരാഷ്ട്ര വിഷയങ്ങളുമുണ്ട്. അമേരിക്കയെ ഒപ്പം നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാണ് ഇപ്പോൾ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ചൈനയും അവർക്കൊപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഏത് വൻശക്തി പാകിസ്ഥാനോടൊപ്പം കൂടിയാലും പാകിസ്ഥാൻ സാഹസം കാട്ടിയാൽ മറുപടി നൽകും എന്ന പ്രസ്താവന ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടത്താൻ രാജ്യം സുസജ്ജമാണ് എന്നറിയിച്ചത്. മാത്രമല്ല, അദ്ദേഹം പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പുറമെയാണ് പാക് അധീന കശ്മീരിലെ വിഷയം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത്. പാക് അധീന കശ്മീരിൽ വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്.
ഈ പ്രക്ഷോഭമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ചയാക്കുന്നത്. പാക് ഭരണകൂടത്തിനെതിരെയും പാക് സൈന്യത്തിനെതിരെയുമാണ് വലിയ പ്രക്ഷോഭം നടക്കുന്നത്. പാക് അധീന കശ്മീരിൽ ജനജീവിതം താറുമാറായി. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ കാരണം പാകിസ്ഥാൻ ഭരണകൂടമാണ്. അവിടെ ഉണ്ടാകുന്ന വിലക്കയറ്റം, ഗോതമ്പിനും അതുപോലെ തന്നെ വൈദ്യുതിക്കും ഒക്കെ ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം അത് അതിരൂക്ഷമാണ്. ഇത്തരം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കുന്നതടക്കമുള്ള 38ഓളം ആവശ്യങ്ങൾ അടങ്ങുന്ന ചാർട്ടറാണ് ഇപ്പോൾ സമരസമിതി അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ പാക് അധീന കശ്മീരിൽ രൂപം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ നിരോധിച്ചിട്ടുള്ള ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പാക് അധീന കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നത്. ഈ ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലിൽപ്പെട്ട 4 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതായത് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന 4 നേതാക്കന്മാരെ രാജ്യദ്രോഹികളായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് മാത്രമല്ല, ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പാകിസ്ഥാൻ. ഇങ്ങനെയൊക്കെ സമരത്തെ നേരിടാൻ പാകിസ്ഥാൻ എല്ലാവിധ ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷേ പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭത്തിന് തടയിടാൻ അവർക്കിപ്പോഴും സാധിക്കുന്നില്ല. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കശ്മീരിൻ്റെ ഒരു ഭാഗമാണ്. അത് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി വർഷങ്ങളായി കൈവശം വച്ചിരിക്കുന്നു. അവിടെ ഒരു പ്രാദേശിക ഭരണകൂടം സ്ഥാപിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ വിരുദ്ധം പാകിസ്ഥാൻ സർക്കാരിനും പാകിസ്ഥാൻ സൈന്യത്തിനും എതിരായിട്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾ അക്രമാസക്തമായതോടുകൂടി സൈന്യം വെടിയുതിർത്തിരുന്നു. ഈ വെടിവയ്പിൽ 11 പേരാണ് മരിച്ചത്. അതോടുകൂടി സമരത്തിൻ്റെ ഭാവം മാറുകയാണ്. സ്വന്തം നാട്ടുകാരെ വെടിവെച്ചു കൊല്ലുന്ന സൈന്യത്തിനെതിരെ ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങിയിരിക്കുന്നു. ഇന്ന് 1.5 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ മാർച്ച് പാക് അധീന കശ്മീരിൻ്റെ തലസ്ഥാനമായ മുസഫറാബാദിലേക്ക് നടക്കുകയാണ്. ഈ മാർച്ചിൽ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. പാക് അധീന കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അതായത് റാവൽകോട്ട്, ബാഗ്, ഹട്ടിയൻവാല, കോട്ട്ലി, മിർപൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നെല്ലാം ജനങ്ങൾ റാവൽകോട്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് നേരെ മുസഫറാബാദിലേക്ക് 1.5 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന പടുകൂറ്റൻ റാലി അല്ലെങ്കിൽ പടുകൂറ്റൻ മാർച്ച് നടത്തുകയുമാണ് ലക്ഷ്യം. ഈ മാർച്ച് ഇപ്പോൾ തന്നെ മുസഫറാബാദിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാർച്ച് മുസഫറാബാദിൽ എത്താതിരിക്കാനായി പാകിസ്ഥാൻ ഭരണകൂടവും സൈന്യവും ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയാണ്. മുസഫറാബാദിലേക്കുള്ള റോഡുകൾ അടച്ചിട്ടുകൊണ്ടും റോഡുകൾക്ക് കുറുകെ മരങ്ങൾ വെട്ടിയിട്ടുകൊണ്ടുമെല്ലാമാണ് ഇത്തരത്തിൽ പ്രക്ഷോഭത്തെ നേരിടാൻ പാക് സൈന്യം ഒരുങ്ങുന്നത്. 38 ആവശ്യങ്ങളടങ്ങിയ ചാർട്ടർ അംഗീകരിച്ചാൽ മാത്രമേ സമരം നിർത്തൂ എന്നാണ് ജോയിന്റ് അവാമി ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനം. മാത്രമല്ല 11 സാധാരണക്കാരെ സൈന്യം വെടിവെച്ചു കൊന്നതിൽ അവർക്ക് വലിയ പ്രതിഷേധവുമുണ്ട്. ഈ പ്രക്ഷോഭമാണ് ഇപ്പോൾ വലിയ ബഹുജന പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത്. തലസ്ഥാനത്തേക്ക് ഈ ബഹുജന മാർച്ച് എത്തുന്നതോടുകൂടി പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ നട്ടെല്ല് വിറയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ കസേര ഇളകിയാടുകയാണ്. പാകിസ്ഥാൻ കരസേനാ മേധാവിയുടെയും കസേരയ്ക്ക് സ്ഥാനഭ്രംശമുണ്ട്. കാരണം മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഉടലെടുത്ത പ്രക്ഷോഭങ്ങളാണ് ഭരണാധികാരികളെ മാറ്റിമറിച്ചത്, ഭരണാധികാരികളെ പുറത്താക്കിയത്. പാകിസ്ഥാനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. പാക് അധീന കശ്മീരിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയുടെ ഇടപെടലാണെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുമാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. ഇന്ത്യ ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നവരെ പാക് ഭരണകൂടം ഇന്ത്യൻ ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ പാക് ഭരണകൂടത്തിൻ്റെ കടുത്ത നടപടികളെ അവഗണിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങൾ പ്രക്ഷോഭത്തിനായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ജീവിക്കാനുള്ള അവകാശം വിട്ടുകിട്ടുന്നതുവരെ അല്ലെങ്കിൽ ജനജീവിതം ഇപ്പുറത്ത് കശ്മീരിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തുള്ള കശ്മീരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഒരു സർക്കാർ നിലവിൽ വന്നിരിക്കുന്നു. ആ കശ്മീരിൻ്റെ ഭാഗം സമാധാനപരമാണ്. അവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു, ധാരാളം നിക്ഷേപം നടത്തുന്നു, ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ട്. പക്ഷേ ഇപ്പുറത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്ത് കാര്യങ്ങൾ അത്ര മെച്ചമല്ല. അതീവ ഗുരുതരമാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഈ പ്രക്ഷോഭത്തെ പാക് ഭരണകൂടം ഭയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അമേരിക്കൻ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയെ ഉപയോഗിച്ചുകൊണ്ട് ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൺഖ്വായിലെയും ഒക്കെയുള്ള
സായുധ പോരാട്ടത്തെ എതിരിടാമെന്നാണ് പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നത്. അപ്പോഴും പാക് അധീന കശ്മീരിനെ എങ്ങനെ നേരിടണമെന്നറിയാതെ കുഴയുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം. പാക് അധീന കശ്മീർ ഇന്ത്യയോട് ചേർക്കണമെന്ന ആവശ്യവും വലിയ രീതിയിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. പാക് അധീന കശ്മീർ എന്ത് വില കൊടുത്തും ഇന്ത്യക്കൊപ്പം ചേർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നതും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി പാക് അധീന കശ്മീരിൽ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുകയാണോ എന്ന സംശയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്.